ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് കുറച്ച് മീൻകറി വയ്ക്കാം. മുളകിട്ട് മീൻകറി, തക്കാളി ഒക്കെ ഇട്ട് വാട്ടി മീൻകറി വയ്ക്കാം കേട്ടോ. 2 മീനേ ഉള്ളൂ, അത് ഞാൻ കറി വയ്ക്കാം. ഇപ്പം കറണ്ട് ഇല്ലാത്ത കാരണം ഒരു സാധനം ചെയ്യാൻ പറ്റണില്ല ഇവിടെ. ചട്ടി അടുപ്പത്ത് വയ്ക്കുവാണ്. കരണ്ട് 2-3 ഒരു മഴ പിടിച്ചിട്ട് ചുവിന് കരണ്ടൊന്നുമില്ല ഇവിടെ. ഭയങ്കര പാടാണ്. അത് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റണില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി മീൻ കിട്ടി, അതൊന്ന് കറി വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേക്കാം. ചട്ടി ചൂടായിക്കോട്ടെ, അതിൻ്റെ കൂടെ എണ്ണയും ചൂടായിക്കോളുമല്ലോ. കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ആദ്യം കടുക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ, അല്ലെങ്കിൽ ഉലുവ പൊട്ടൂല. ചട്ടിക്ക് ഭയങ്കര കനമുണ്ട്, അത് കാരണം ചട്ടി ചൂടാകാൻ ഇത്തിരി താമസമുണ്ട്. ഇപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ പച്ചമുളക് ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം വഴങ്ങോട്ടെ. അത് ഞങ്ങൾക്ക് ഈ ചുവന്നുള്ളി അരിഞ്ഞ വെച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നല്ലോണം വഴങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കരണ്ട് പോകാതെ ഇരുന്ന ഭാഗ്യം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഒന്ന് വഴന്നോട്ടെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്, പകുതി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് മൂടി വയ്ക്കാം, തിളച്ചോട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. മഴയല്ലേ, മഴയ്ക്ക് എന്ത് സുഖം ഉണ്ടാവാനാണല്ലേ നമുക്ക്. കാറ്റും മഴയും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലായിടത്തും അതെ. മരങ്ങളും വീണു, വീടുകൾ തകർന്നു, എല്ലാം തകർന്നു. ഈ അടുത്തൊക്കെ പ്ലാവും മാവും ഒക്കെ വീണിട്ടുണ്ട്. ഒത്തിരി മരങ്ങൾ വീണിട്ടുണ്ട്. ആർക്കൊരു ഇത് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. മരങ്ങളൊക്കെ വീണെന്ന് മാത്രം. അത് തന്നെ ദൈവാധീനമല്ലേ. തിളച്ച് വരുന്നേ ഉള്ളൂ. തിളച്ചോട്ടെ കേട്ടോ. നമുക്ക് അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നോക്കാം. ഉപ്പ് പോരാ, നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഈ മീനും കൂടി പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. ഇതിനകത്ത് തിളച്ച് വരുമ്പോൾ വറ്റി പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഇരുന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ തക്കാളി, മുളകിട്ട് മീൻകറി. മീനെന്ന് പറഞ്ഞാൽ അയിലക്കണ്ണിയാണ് കേട്ടോ. അയിലക്കണ്ണി, അയിലയുടെ സൈസുള്ള ഒരു മീനാണ്. ആ മീനാണ് കറി വെച്ചത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം.
രാത്രി കഴിക്കാൻ വേണ്ടി ഇത്തിരി പുട്ട് ഉണ്ടാക്കണം. ഇപ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡി ആയിക്കോളും. ഇതൊന്ന് നനച്ച് വയ്ക്കണം എനിക്ക്. ഒന്ന് നനച്ച് വെച്ചേക്കട്ടെ കേട്ടോ. മീൻകറി റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ. നല്ല തിളച്ച് അടിപൊളിയായി. നല്ല സൂപ്പർ കറി. 2 മിനിറ്റ് കൂടി കിടന്നോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്രയും